കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. ശരിക്കും അവരെ ഡിസ്ചാർജ് ചെയ്തതാണോ അതോ നീ വാശി പിടിച്ച് അവിടെ നിന്ന് വന്നതോ? അവളുടെ കയ്യിലെ കാനുലയിൽ മെല്ലെ തടവിക്കൊണ്ട് ആസി ചോദിച്ചു. ഉം നീ ഹോസ്പിറ്റലായ കാര്യമൊന്ന് വിളിച്ചു പോലും പറയാത്ത എന്താണ്? ഉം നിനക്ക് എന്ത് ചെയ്തിട്ടാ പെട്ടെന്ന് പനിയായേ? മഞ്ജുമ്മ ഞങ്ങൾ പോയി വന്നിട്ട് നിന്നെ വല്ലതും പറഞ്ഞായിരുന്നോ? ഉം എന്റെ കൊച്ചെ, ഇത്രയുമൊക്കെ ചോദിച്ചിട്ട് നീ വെറുതെ മൂളെന്ന് മാത്രമേ ഉള്ളൂ. ആസി ആമ്പലുവിനെ നോക്കി കണ്ണുരുട്ടി. രണ്ടും ഒന്ന് നിർത്തുന്നുണ്ടോ? കുറെ നേരമായി കിണകിണയെന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കുന്നു. രണ്ടിന്റെയും കണ്ണിൽ വല്ല കുരുവുമുണ്ടോ? കണ്ടില്ലേ അവളുടെ വായിൽ ചോറാണെന്ന്? രമ്യ ചാടിച്ചതും തുരുതുരെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന രണ്ടെണ്ണവും അബദ്ധപ്പെട്ട പോലെ ആമ്പൽ അവളെയും മാറി മാറി നോക്കി. അതുപോലെ നിനക്ക്. എടി, വായിൽ ആഹാരം ഇരിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും പിന്നെ എന്തിനടി കിടന്ന് മൂളുന്നത്? അവന്മാർക്ക് കൊടുത്തതിന്റെ ബാക്കിയായി അവൾക്കും കൂടി കിട്ടിയതും പെണ്ണ് ചുണ്ടു കൂർപ്പിച്ച് പിണങ്ങിയ പോലെ ഇരുന്നു. വാശി കാണിച്ച് ഈയടുത്ത ആഹാരം കഴിക്കാതിരിക്കാനാണെങ്കിൽ ആമ്പലു നീ വാങ്ങിക്കും. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്നെ പോലും പിടിക്കാതിരിക്കുകയാണ്. ഇത്രയും ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ടും അവൾക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റിയില്ല. ആദ്യം നിന്റെ മേലായി ഒന്ന് മാറിക്കോട്ടെ, എന്നിട്ട് ഞാൻ തന്നോളാം. അടുത്ത ഉരുളയും അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ രമ്യയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കരയല്ലേ രമു? മിണ്ടരുത് നീ. ഈ പോയ 2 ദിവസം ഞങ്ങൾ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് നിനക്ക് വല്ലതും അറിയാമോ? നിങ്ങള് 3 പേരില്ലായിരുന്നോ രമു? പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേടി? കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിട്ടും പുഞ്ചിരി മേലെ ചൂടി അവൾ ചോദിച്ചതും 3 പേരും അവളെ ചേർത്ത് പിടിച്ചു വിതുമ്പി. അവരെ നോക്കി നിന്ന ടീച്ചറും മാഷും അതേ സങ്കടത്തോടെയാണ് അശോകനെയും നോക്കിയത്. എന്താ അശോക പറ്റിയത്? ഈ കുട്ടികൾ പറയുന്നതൊക്കെ ശരിക്കും നേരായ കാര്യമാണോ? അതോ ഇനി ചുമ്മാ? മഞ്ജുവിനെ പറ്റിയാ പറഞ്ഞതെങ്കിൽ നേരാ മാഷേ. മഞ്ജു ഈയിടെയായി എല്ലാ കാര്യത്തിലും വളരെ നിർബന്ധ ബുദ്ധിയാണ് മാഷേ. എന്താ അതിന്റെ ശരിക്കുള്ള കാരണമെന്നൊന്നും എനിക്കറിയില്ല. അതൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം എന്ന് വെച്ചാൽ അതെല്ലാം അവസാനം വഴക്കിലാണ് ചെന്ന് ചേരുന്നത്. ഇപ്പൊ തന്നെ ഈ കാര്യം. അയാളൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവരെ നോക്കി. ഇതിനു മുന്നേയും എത്ര തവണ ഇവരുമായി ഇവിടെ വന്നിട്ടവൾ ആഹാരം കഴിച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രശ്നമാണ് ഇപ്പൊ മഞ്ജുവിന്, പ്രത്യേകിച്ചു ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ. ആസിയെ നൗഫിയെ നോക്കി അത് പറഞ്ഞും ടീച്ചറിന്റെ കണ്ണൊന്ന് ചുരുങ്ങി. ആസിയുടെയും നൗഫിയുടെയും കാര്യമാണോ അശോക? അതെ ടീച്ചറെ. ഇപ്പൊ മഞ്ജു പറയുന്നത് പെൺകൊച്ചിന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു, ഇനി ആൺകുട്ടികളുടെ കൂടെയുള്ള വരവും പോക്കുമൊന്നും വേണ്ടെന്നാ. അതെന്താ വേണ്ടാതിരിക്കാൻ? മാഷിന്റെ ശബ്ദം കടുത്തു. മുന്നോട്ട് കല്യാണാലോചനകൾ വരുമ്പോൾ പ്രശ്നമാകും പോലും. പറയുമ്പോൾ അശോകന്റെ ചുണ്ടിൽ പുച്ഛമായിരുന്നു. കല്യാണാലോചനയോ? +2 പോലും കഴിയാത്ത ഈ കൊച്ചിനോ? അന്തം വിട്ടുകൊണ്ട് ടീച്ചറും മാഷും കഴിച്ചെഴുന്നേറ്റ് വായ കഴുകാൻ പോകുന്ന ആമ്പലിനെയും അശോകനെയും മാറി മാറി നോക്കി. നിങ്ങൾ ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടി. മഞ്ജു ആണോ ഇതൊക്കെ പറഞ്ഞേ? ആ മാഷേ, മഞ്ജു തന്നെയാ പറഞ്ഞത്. അന്ന് മോളെ ഒരുങ്ങാൻ വിട്ടിട്ട് ഈ പിള്ളേരെ പറഞ്ഞു വിട്ടിരുന്നില്ലേ? അന്ന് കുഞ്ഞൊരുങ്ങി തിരിച്ചു വന്നിവരെ തിരക്കുമ്പോൾ അവർക്കൊപ്പം പോണ്ടാന്ന് പറഞ്ഞ് മഞ്ജു അവളെ വഴക്കു പറയാൻ തുടങ്ങി. കുറെയൊക്കെ മോള് വാശി പിടിച്ചു. അതിന് മഞ്ജു അവളെ തല്ലി. ഞാൻ രാത്രി വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും കരഞ്ഞു കരഞ്ഞ് അവൾക്ക് പനിയായിരുന്നു. അർദ്ധരാത്രി ആയപ്പോഴേക്കും പിന്നെ ഒട്ടും വയ്യാതെയായി. അങ്ങനെയാ പിന്നെ വെച്ചോണ്ടിരിക്കാതെ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവര് ഡയറക്റ്റ് അഡ്മിറ്റ് ചെയ്തതുമൊക്കെ. ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും താൻ എന്താടോ ഒന്ന് വിളിച്ചുപോലും പറയാതിരുന്നത്? ആ സമയത്ത് അതൊന്നും ആലോചിച്ചില്ല മാഷെ. ഇന്നലെ ഒരു ദിവസം മുഴുവൻ എടുത്തു മോളൊന്ന് നേരെയാവാൻ. അതിനിടയിൽ ഈ പിള്ളേരെ അറിയിച്ച് അവിടെ വന്നു മഞ്ജുമായി അടുത്ത പ്രശ്നം വേണ്ടെന്ന് കരുതി. ഇന്നിപ്പോൾ ഇവൾ വഴക്കുണ്ടാക്കി വിളിക്കാൻ തുടങ്ങുമ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ് മഞ്ജു എന്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചതാ. അത് കൈയോടെ വീണ് ഡിസ്പ്ലേ മുഴുവൻ പൊട്ടിപ്പോയി. ഇനിയിപ്പോ ഒന്നേന്ന് പറഞ്ഞ് അത് ശരിയാക്കണം. ഫോൺ ശരിയാക്കുന്നതിലും അധികം താൻ മഞ്ജുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ് വേണ്ടത്. ആദ്യം തന്നെ മഞ്ജുവിന്റെ തലയിൽ നിന്നും കൊച്ചിന്റെ കല്യാണക്കാര്യം എടുത്തു മാറ്റുക. പറയുന്നുണ്ട് മാഷെ, അവൾക്ക് മനസ്സിലാവില്ല എന്നൊരു വാശിയാണ്. നോക്കാം. തൽക്കാലം താൻ മോളെ നോക്ക്. അവരോട് കാര്യം പറഞ്ഞ് മാഷ് എഴുന്നേറ്റും കൂട്ടുകാരൻ 4 പേരും അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. ആഹാ, വന്ന പോലെ അല്ലല്ലോ, ഒരു പച്ചയും ജീവനൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ ടീച്ചറെ? പിന്നെ ആവാതിരിക്കുമോ മാഷേ? കൂട്ടുകാരെ കാണാഞ്ഞിട്ടുള്ള പനിയല്ലായിരുന്നോ? അതപ്പോ അവരെ കണ്ടപ്പോൾ ശരിയായി.
ആമ്പലുവിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞ് അവരെല്ലാം ചിരിയോടെ പരസ്പരം നോക്കി. ഇതിനി എന്നൂരും അശോക? മോളുടെ കയ്യിലെ ക്യാനുലയിലേക്ക് നോക്കിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു. നാളെ രാവിലെയും വൈകുന്നേരം കൂടി ഓരോ ഇഞ്ചക്ഷൻ ഉണ്ട്. ഇവർക്ക് വെയിൻ കിട്ടാൻ നല്ല പാടാണ്. അതുകൊണ്ടാ സിസ്റ്റർ എടുക്കണ്ടെന്ന് പറഞ്ഞത്. എങ്കിലും ഞങ്ങൾ ഇറങ്ങട്ടെ മാഷേ. അതുപോലെ നിങ്ങൾ മൂന്നുപേരും ഇത്രയും നാൾ എങ്ങനെയാണ് മോളെ വിളിക്കാൻ വന്നത് അതുപോലെ വന്ന് വിളിച്ചോണം കേട്ടോ. മാമ അത് ആസി അദ്ദേഹത്തെ നോക്കി. നിങ്ങളുടെ മഞ്ജുമ നിങ്ങളെ ഒന്നും പറയില്ല പോരെ? കേട്ടതും ആസിയും നൗഫിയും പുഞ്ചിരിച്ചു. അപ്പോ ഇറങ്ങല്ലേ അശോക? കാര്യം പറഞ്ഞിരുന്ന ഒരു ചായ പോലും തരാൻ മറന്നു. ധൃതി പിടിച്ച് ടീച്ചർ എഴുന്നേറ്റു. ചായ ഒന്നും വേണ്ട ടീച്ചറെ, ഞങ്ങൾ ഒന്നും പറയണ്ട, ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇതിനിടയിൽ 1000 തവണ ആമ്പലിന്റെ കണ്ണുകൾ തേടിയത് ഏതനെയാണ്. കുറച്ചു മുന്നേ അവരോട് ചോദിച്ചപ്പോൾ പോലും വ്യക്തമായി ഒന്നും പറയാതെ അവരാ വിഷയം മാറ്റുകയാണ് ചെയ്തത്. അങ്ങനത്തെ ഇന്നത്തെ ക്ലാസ്സിലെ കാര്യം പറയാതിരിക്കാൻ പാകത്തിന് എന്താ ഉണ്ടായത് എന്നുള്ള സംശയം അപ്പം മുതൽ അവൾക്കുള്ളിലുണ്ട്. അതൊന്ന് ചോദിക്കാമെന്ന് വെച്ചാൽ അപ്പോഴാണ് അകത്തേക്ക് കയറി വരുന്നവനിൽ അവളുടെ കണ്ണുടക്കിയത്. ഇത്രയും നേരം കാണാൻ ആഗ്രഹിച്ച മുഖം അടുത്തേക്ക് വരുന്ന കണ്ടതും ദിവസങ്ങൾക്കിപ്പുറം അവളുടെ ചുണ്ടൊന്ന് വിരിഞ്ഞു. വൈകുന്നേരം 3 കൂടി സ്കൂളിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ മനസ്സിൽ കരുതിയത് തിരിച്ചെത്തുമ്പോഴെങ്കിലും അവളുടെ എന്തെങ്കിലും വിവരം അറിയാം എന്നാണ്. അതും പ്രതീക്ഷിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കേൾക്കുന്നത് വീടും പൂട്ടി അവരാരും അവിടെ ഇല്ലാന്ന് പോലും. ആ സമയം മനസ്സിലുണ്ടായ ദേഷ്യത്തിന്റെ അളവ് എത്രയെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കിടക്കണം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിട്ടും ഫ്രഷ് ആയിട്ട് വീട്ടിലിരിക്കാൻ പോലും തോന്നാതെ ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്. പോകും വഴി തന്നെ കണ്ടിരുന്നു പിള്ളേരോട് എങ്ങനെയൊക്കെയോ മറുപടി കൊടുത്ത് നിൽക്കുന്ന അച്ഛനെയും അമ്മയും. അപ്പോഴേ വണ്ടിയും എടുത്തിറങ്ങി. എന്തോ ആ നേരം മനസ്സിലാകെ ദേഷ്യം മാത്രമായിരുന്നു. ആരോടും അവളുടെ വിവരങ്ങളൊന്നും തിരക്കില്ല എന്ന് വാശി വെച്ച് കുറച്ചു നേരം ഇരുന്നിട്ടും മനസമാധാനം കിട്ടാതെയാ അവസാനം എന്തും വരട്ടെ എന്ന് കരുതി വിഷ്ണുവിനെ വിളിച്ചു നോക്കിയത്. അപ്പോ അതിലും രസം, അവൻ ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടേയില്ല. വെറുതെ ഇരുന്നവനെ തീക്കനൽ കൊണ്ട് കുത്തിയ പോലെയായി കാര്യങ്ങൾ. വിഷ്ണുവും ആകെ ഭയന്നു. അവനും തിരിച്ചും മറിച്ചും വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചെറുക്കൻ പിന്നെയും തന്നെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് കിട്ടാത്തവരെ പറ്റി എന്ത് പറയണം എന്നറിയാതെ മൗനമായി ഒക്കെയും കേട്ടു. താനും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട അവൻ അവിടെ നിന്നും തിരിക്കുകയാണെന്ന് പറഞ്ഞ് ഫോൺ വെച്ചത്. അന്ന് വരെ എപ്പോ മനസ്സ് അസ്വസ്ഥമായാലും വന്നിരിക്കുന്ന ആൽമരത്തണല് പോലും ഉള്ളിലെ ഈ ഞെരിപ്പ് മാറ്റുന്നില്ലെന്ന് തോന്നി അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഇറങ്ങി വന്നതുകൊണ്ട് ഫോണും കയ്യിലെടുത്തില്ല. താൻ വീട്ടിലുണ്ടെന്ന് കരുതി അമ്മയോ അച്ഛനോ മുറിയിലോട്ട് ചെന്നിട്ട് തന്നെ കാണാതെയാൽ അവര് ഭയക്കും. പ്രത്യേകിച്ച് ഫോൺ വിളിച്ചിട്ട് ഫോൺ അവിടെ കിടന്നടിച്ചാൽ. അങ്ങനെയാണ് പിന്നെ വീട്ടിലേക്ക് തിരിക്കാമെന്ന് തീരുമാനിച്ചത്. വാതിലിലേക്ക് കയറുമ്പോൾ പോലും നിവർന്നായിരുന്നില്ല നടന്നത്. തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അത്രയും ഹൃദയഭാരം അവനെ മൂടിയിരുന്നു. യദു, ഞാൻ വിഷ്ണുവിനെയും വിളിച്ചു തിരക്കി അച്ഛാ. അവനും അറിയില്ല. മാഷ് വിളിച്ചതിന്റെ മറുപടി പോലെ പറഞ്ഞുകൊണ്ട് അവൻ അച്ഛനെയോ അമ്മയെ പോലും ശ്രദ്ധിക്കാതെ സ്വന്തം മുറിയിലോട്ട് നടന്നതും ടീച്ചർ പിന്നെയും വിളിച്ചു. ഇവിടെ ഇരിക്കുന്നത് ആരാന്നെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോ എന്റെ യദുവേ. ആ പറച്ചിലിൽ തിരിഞ്ഞു നോക്കുന്നവൻ കാണുന്നത് ഇടതുവശത്തെ കസേരയിൽ ഇരിക്കുന്ന അശോകനെയാണ്. തൊട്ടടുത്ത നിമിഷം കണ്ണുകൾ ഭ്രാന്തമായി പരുതി കാണാൻ ആഗ്രഹിച്ച ആളെയും കണ്ണിൽ പതിപ്പിച്ചു. അവളെ കണ്ടതും മനസ്സിലേക്ക് ഒരു കുടം മഞ്ഞ് വീണുപോലെ അവന്റെ ഉള്ളം ശാന്തമാകുന്നത് അവന് തന്നെ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം ആദ്യ പൂണ്ട മനസ്സിൽ ചന്ദനത്തിന്റെ നൈർമല്യം തൂവിയ പോലെ. ഏതൻ നീട്ടിയൊന്ന് ശ്വാസമെടുത്തു. ഇത്രയും നേരം കരക്കിട്ട മീനിനെ പോലെ പിടഞ്ഞ മനസ്സിന് തെളിനീരിന്റെ ജലാശയം തുറന്നു കിട്ടിയ പോലെ. അത്രയും നേരം കെടുമ്പിച്ചു നിന്നവന്റെ മുഖത്ത് ശാന്തത പടർന്നു. ആ ഒരു തണുപ്പോടെയാണവൻ അകത്തേക്ക് ചെന്നത്. അശോകേട്ടനോ? അവന്റെ ശബ്ദം വല്ലാതെ അടഞ്ഞിരുന്നു. എന്തു പറ്റിയതു? പനിയാണോ? ആവലാതിയോടെയാണ് അശോകൻ ചോദിച്ചത്. ഏയ് ഒന്നുമില്ല, അശോകേട്ടൻ പറയ്. അവൻ മാഷിന്റെ ഇപ്പുറത്തേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. എന്തു പറയാനാണ് യദു? വിശേഷങ്ങളൊക്കെ മാഷും ടീച്ചറും കൂടി പറയും. ഞാൻ എന്നാൽ മോളുമായിട്ട് ഇറങ്ങട്ടെ. ഇവൾക്ക് കഴിക്കാനുള്ള ഗുളികയൊക്കെ മഞ്ജു കൊണ്ടുപോയ ബാഗിലാണ്. ഇതിപ്പോ ഇവിടുന്ന് ആഹാരം കഴിച്ചുകൊണ്ടാണ് ചെല്ലുമ്പോഴേ ഗുളിക കൊടുത്ത് കിടത്താം. ചിലപ്പോൾ 1-2 ദിവസം കൂടി റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നോക്കാം. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലിയ പ്രശ്നമെങ്കിൽ സ്കൂളിൽ വിടാം. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ ഇഞ്ചക്ഷൻ കൂടി കഴിഞ്ഞ് ആ കയ്യിൽ കിടക്കുന്നത് മാറ്റിയിട്ട് മറ്റന്നാൾ മുതലേ വിടത്തുള്ളൂ. യദുവിനോടും മാഷിനോടും ടീച്ചറിനോടും ഒക്കെ പറയുന്ന പോലെ അശോകൻ പറയുമ്പോഴാണ്
ആദിയുടെ കണ്ണുകൾ അവളുടെ കയ്യിലെ കെട്ടിലേക്ക് ഉടക്കിയത്. ഇതെന്താ? ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റവൻ വേഗത്തിൽ ആമ്പലിന്റെ മുന്നിലേക്ക് ചെന്നവളുടെ കയ്യും പിടിച്ച് ചോദിച്ചു. പനി കൂടി ഇവള് ഹോസ്പിറ്റലിലായിരുന്നു സർ. 2 ദിവസം അഡ്മിറ്റായി കിടന്നു. ഇന്നിപ്പോ അവിടെ നിന്ന് നേരിട്ട് ഇങ്ങോട്ടാ വന്നേ. ആമ്പലിനെ ചേർത്ത് പിടിച്ചു നിന്ന 3 പേരും 3 വശത്ത് നിന്നുകൊണ്ട് ഏതനോട് പറഞ്ഞു. അല്പം മുന്നേ പോലും അവളെ നോക്കാതെ പരിഭവം നടിച്ചു നിന്നവന്റെ കണ്ണുകളിൽ പരിഭ്രമം നിറയാൻ ആ കേട്ടത് മാത്രം മതിയായിരുന്നു ആ നിമിഷം. ഇവൾക്ക് ഇത്രയും വയ്യാഞ്ഞിട്ട് അശോകേട്ടൻ എന്താ ആരോടും ഒന്നും പറയാഞ്ഞത്? ആമ്പലിന്റെ കൈ തന്റെ കയ്യിൽ നിന്ന് മാറ്റാതെ തന്നെ അവൻ തിരിഞ്ഞ് അശോകനെ നോക്കി ചോദിക്കുമ്പോൾ എത്ര വേണ്ടെന്ന് കരുതിയിട്ടും അതിലൊരൽപ്പം ദേഷ്യം കലർന്നിരുന്നു. അതൊക്കെ പിന്നെ വിശദമായിട്ട് ഞങ്ങൾ പറയാം യദു. ഇതിപ്പോ അശോകൻ ഈ ചായയും അവലും ഒന്ന് കഴിച്ചോട്ടെ. മകനെ അറിയുന്ന അമ്മ അവന്റെ സംസാരം വലുതാവാതെ അവിടം കൊണ്ട് നിർത്തിച്ചു. ചായ മാത്രം മതിയായിരുന്നു ടീച്ചറെ. ഒരു വിമ്മിഷ്ടത്തോടെ അശോകൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ടീച്ചർ തന്നത് ഫുള്ള് കഴിക്കാതെ അശോകൻ മാമൻ ഇവിടെ നിന്ന് പോകണ്ട. പറഞ്ഞുകൊണ്ട് ആസിയും നൗഫിയുമാണ് ആമ്പലിനെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അശോകന്റെ അടുക്കിലേക്ക് ചെന്നിരുന്നത്. ആ കൊണ്ടുവച്ചത് മുഴുവനും കഴിപ്പിക്കാതെ വിടില്ല മാഷേ. ഇവൾക്ക് വയ്യാത്തതുകൊണ്ട് അശോകൻ മാമന് കഴിഞ്ഞ 2 ദിവസം ഒന്നും കഴിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. ഒപ്പം ചേരാൻ എന്ന പോലെ രമ്യയും കൂടി അവിടേക്ക് ചെന്നിരുന്നതും അവിടെ ഏതനും ആമ്പലും മാത്രമായി. അപ്പോൾ എൻ്റെ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അടുത്ത ഭാഗം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.